ജൂബി ബാസി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ജൂബി ബാസി പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരാളിൽ നിന്നുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ചായിരുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് തനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അതിപ്പോഴും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു താൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ജൂബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തൻ്റെ ഭർത്താവും കുറച്ചധികം ആൾക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നത്തെ ഉണ്ടാക്കിയ ഒരു വ്യക്തി തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ കുട്ടി ജനിക്കുന്ന സമയത്ത് നിൻ്റെ ഭർത്താവ് നിൻ്റെ അടുത്ത് കാണത്തില്ല, അവൻ ജയിലിലായിരിക്കും, അവനെ ഞാൻ ജയിലിലാക്കും എന്നുള്ളൊരു കാര്യം ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളൊരു കാര്യം. അത് ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെടുത്ത് മറക്കാനോ ക്ഷമിക്കാനോ ഞാൻ തയ്യാറല്ല. ഇനി എത്ര നാളായാലും ആ ഒരു വ്യക്തിയെടുത്ത് ക്ഷമിക്കത്തില്ല എന്നും ജൂബി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാൽ പോലും ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്നും ജൂബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കമൻറ്റ് ബോക്സിൽ ആ ഒരു വ്യക്തിയാണോ ഈ ഒരു വ്യക്തിയാണോ എന്നൊന്നും ചോദിക്കരുത്. അതെനിക്ക് പറയാനോ താല്പര്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് ചോദിക്കുകയൊന്നും ചെയ്യരുത്. എൻ്റെ അടുത്ത് ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാമോ എന്നുള്ളത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്.